വെടിയുണ്ട പായുന്ന ശബ്ദം ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൊണ്ട് വെടിയുണ്ട പായാണ്. ടക്ക് ടക്ക് എന്ന് വെടിയുണ്ട പോകുന്നു. ഞാൻ പെട്ടെന്ന് കളക്ടർ ഡക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും നല്ല നീളമുള്ള ആൾക്കാരാണ്. ഡക്ക് ചെയ്ത് എൻ്റെ കാറിനകത്ത് കയറ്റി ഞങ്ങൾ വേറൊരു വഴിക്ക് വിട്ടിട്ട് കറങ്ങി കടത്തിയിരുത്തി തന്നു. അപ്പോൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനുണ്ടായിരുന്നു, ഒരു മാഡ് മാൻ. അപ്പോൾ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി വന്ന് പ്രശ്നം ഉണ്ടാക്കി മാറിക്കണമെന്ന് പറഞ്ഞ് മാറ്റം നിർത്തി. DYSP അങ്ങോട്ട് ചെന്നിട്ട് സിറ്റുവേഷൻ ഇടപെടാൻ തുടങ്ങുമ്പം ഇവനൊരു വിറകുള്ളി എടുത്ത് DYSPയുടെ തലയ്ക്ക് ഒറ്റ അടി. ഭാഗ്യത്തിന് DYSP ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ DYSP ചത്തുവനാണ് ആ അടിക്ക്. അപ്പോൾ ജനക്കൂട്ട് നടക്കുന്നു, ഒരാൾ ഓടി വന്ന് അടിക്കുന്നു. ഇവൻ ഭ്രാന്തനാണെന്നൊന്നും പോലീസിന് അറിഞ്ഞൂടാ. വെടിവെച്ചു, അവൻ താഴെ വീണു. ആ പോലീസിന് പക്ഷേ ലാത്തി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മുക്കുവന്മാരുടെ കയ്യിലൊരു തുഴയുണ്ട്, അത് ഒരു 4 അടി 5 അടി നീളമുണ്ട്. ഈ കടലിൽ തുഴയാൻ ഉപയോഗിക്കുന്നത്. പോലീസിന് ലാത്തിക്ക് അതിൻ്റെ പകുതി നീളമേ ഉള്ളൂ. പോലീസ് ഇങ്ങനെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ തുഴ വെച്ച് തലക്കടിച്ചാൽ പോലീസുകാരൻ ചത്തുപോകും, ഹെൽമെറ്റുണ്ട്. അപ്പോൾ ലാത്തി ചാർജ് നടക്കത്തില്ല. അപ്പോൾ ഇവർ ടിയർ ഗ്യാസ് അടിച്ചു. ടിയർ ഗ്യാസ് അടിച്ചാലുള്ള പ്രശ്നം, കടൽക്കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഈ ടിയർ ഗ്യാസ് അവർക്കല്ല ഏൽക്കുന്നത്. ടിയർ ഗ്യാസ് നേരെ പോലീസിൻ്റെ മുഖത്തോടെ വരും. പോലീസിന് കണ്ണു മുഴുവൻ വെള്ളമായ നിൽക്കാനും വയ്യ. അപ്പോൾ ടിയർ ഗ്യാസ് അടിച്ചിട്ട് രക്ഷയില്ല, ലാത്തി ചെയ്യാനും പറ്റത്തില്ല, പിന്നെ വെടിവെപ്പല്ലേ നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെ ആണ് 5 വെടി വെച്ച്. ഈ വെടിയാണ് ഞങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നത്. ആ വെടി ഒരു 3 അടി താഴെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്കും കളക്ടർക്കും വെടി കിട്ടിയാണ് ചത്തുപോയതിനായിരുന്നു.